ഓണക്കൂർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ശുശ്രൂഷ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേനോറോദ് റൂഹോ എന്ന പേരിൽ ഒരു DVD ഇറക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമോസിലെ കുഞ്ഞുങ്ങളുടെ പ്രയത്നഫലമായിട്ട് കഴിഞ്ഞ 3 വർഷക്കാലമുള്ളതായ ഇടവകയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഈ DVD ഇറക്കുന്നു എന്നുള്ളത് ഏറ്റവും കാതലായിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകൾ എഴുതിയതും പാട്ടുകൾക്ക് ട്യൂൺ നൽകിയതും പാടിയതും ഇതിൻ്റെ സ്റ്റുഡിയോ വർക്ക് നടത്തിയതെല്ലാം ഇടവകയിലെ മക്കൾ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിലും പിറകിലും പ്രവർത്തിച്ചതായ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്ന് ജിൻസച്ചൻ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അതിപുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ പിറവത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഓണക്കൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി. ഓണക്കൂർ ദേശത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ 1866 മെയ് മാസം 21-ാം തീയതിയാണ് ഒരു ദേവാലയം വാളനടിയിൽ യാക്കോബ് കത്തനാറുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചത്. അന്ന് മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്ദ്യ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസ്യോസ് രണ്ടാമൻ തിരുമേനിയാൽ ദേവാലയ കൂദാശ നിർവഹിക്കപ്പെട്ടു. പരിശുദ്ധ പരുമല തിരുമേനി, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി മുതലായ പുണ്യപിതാക്കന്മാരുടെ പാദസ്പർശനങ്ങളാൽ അനുഗ്രഹീതമായ പുണ്യദേവാലയം 1895 വാളനടിയിൽ സ്കറിയ കത്തനാറുടെ നേതൃത്വത്തിൽ ഓടുമേഞ്ഞ ഒരു മനോഹര ദേവാലയമായി പണി കഴിപ്പിച്ചു. പിന്നീട് 1989 കരിവാളത്ത് മാത്യൂസ് കത്തനാറുടെ അക്ഷീണ പരിശ്രമത്താൽ ഇന്ന് നാം കാണുന്ന വിധത്തിൽ ദേവാലയം മനോഹരമായി പുതുക്കി പണി കഴിപ്പിക്കുകയും മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായാൽ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ൽ മോറാൻമോർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായാൽ ദേവാലയത്തെ വലിയ പള്ളിയായി പ്രഖ്യാപിച്ചു. ദേവാലയത്തിന്റെ കിഴക്ക് ഭാഗത്തായി പരിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ നാമത്തിലും വടക്ക് ഭാഗത്തായി പരിശുദ്ധ തോമാസ്ലീഹായുടെ നാമത്തിലും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി പരിശുദ്ധ ഗീബറഗീസ് സഹദായുടെ നാമത്തിലും നിലകൊള്ളുന്ന കുരിശിൻ തൊട്ടികൾ ദേശനിവാസികൾക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്നു. 152 വർഷത്തെ ചരിത്രം പേറുന്ന ദേവാലയത്തിൽ നിലകൊള്ളുന്ന പരിശുദ്ധ കുര്യാക്കോസ് സഹദായുടെയും പരിശുദ്ധ ഗീബറഗീസ് സഹദായുടെയും പരിശുദ്ധ പരുമല തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ ദേവാലയത്തിനും ഇടവക ജനങ്ങൾക്കും ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന നാനാജാതി മതസ്ഥർക്കും താങ്ങും തണലും കോട്ടയുമായി നിലകൊള്ളുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ ആയിരങ്ങൾക്ക് അഭയകേന്ദ്രമായി ഈ ദേവാലയം ദേശത്തിന്റെ കിടാവിളക്കായി ശോഭിക്കുന്നു.